മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സംഭവം മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല നമുക്ക്. പക്ഷേ ഇന്നതല്ല, കുട്ടികൾക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. പക്ഷേ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ലിമിറ്റേഷൻസ് വെക്കുക, അതിന് ഏത് സമയത്ത് എത്രത്തോളം അത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ഉപയോഗിക്കണം എന്നുള്ളൊരു ലിമിറ്റേഷൻ അവർക്ക് വെക്കുക. നമുക്ക് പഴയ കാലഘട്ടം അല്ലല്ലോ, മക്കൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ അവരുടെ ഫ്രണ്ട്സുമായിട്ട് അവർക്കൊന്ന് ചാറ്റ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒക്കെ ഇതിന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ അത് അവർ ലിമിറ്റേഷൻസ് വെക്കുക കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ദോഷവശങ്ങളും നന്മകളും, അതായത് എൻ്റെ മേന്മകളും ദോഷങ്ങളും ഒക്കെ മക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശം അവർക്ക് കൊടുത്ത് ആ രീതിയിലേക്ക്, അത് പാരൻസിന് വളരെയധികം ഉത്തരവാദിത്വം ഉണ്ട് അക്കാര്യത്തിൽ. നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ആയിക്കഴിയുമ്പോഴാണ് കൂടുതൽ ഇത് ദോഷത്തിലേക്ക് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് കുട്ടികൾക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ അതെന്തിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്നുള്ള കൃത്യമായ ഒരു കണ്ണ് അവരുടെ നേർക്ക് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പാരൻസിന് അവരുടെ സാന്നിധ്യത്തിൽ കുട്ടികൾക്ക് ഇത് ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ ഇത് ഉപയോഗിക്കാം. ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഉപയോഗിക്കാൻ കൊടുക്കുക. നമുക്കറിയാം ഹയർ സെക്കൻഡറി തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും കുട്ടികൾ കുറച്ചുകൂടി മുതിർന്ന് കഴിയുമ്പോഴേക്കും ഇതുപോലെയുള്ള ഒരു നിയന്ത്രണം പാരൻസിന് പൂർണ്ണമായിട്ട് സാധ്യമാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും കുറച്ചൊരു നമ്മൾ തുടക്കത്തിലെ തന്നെ ഇതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, അതും ഒരു പ്രാവശ്യമല്ല പലതവണ പലപ്പോഴും നല്ലൊരു ബോധവൽക്കരണം കൊടുത്തു കഴിയുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഇതിൽ നിന്നൊരു പരിഹാരം നേടാനായിട്ടൊക്കെ സാധിക്കുമെന്ന് തോന്നുന്നു. എങ്കിലും സാറിന് പറഞ്ഞതുപോലെയുള്ള ദോഷവശങ്ങളുണ്ട് ഇപ്പോഴും കുട്ടികളുടെ ഇടയിൽ കാണുന്നുണ്ട് നമ്മളിതൊക്കെ. നമ്മളിവിടെ കുട്ടികളോട് പാരൻസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം, കുട്ടികൾക്ക് ഫോൺ കൊടുത്തു വിടരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഹൈസ്കൂൾ വരെയുള്ള തലങ്ങളിൽ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ ഹയർ സെക്കൻഡറി കുട്ടികളുടെ കയ്യിലുണ്ട്. കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നുണ്ട്, സ്കൂളിൽ നിന്ന് ഇറങ്ങി പുറത്ത് ചെല്ലുമ്പോൾ തന്നെ ഇവർ ഫോൺ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ പാരൻസിൻ്റെ ശ്രദ്ധയിലെടുത്ത് കഴിയുമ്പോഴേക്കും അവർ പറയും കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞ് നേരെ ട്യൂഷന് പോകുന്നു, അവിടെ നിന്ന് അവർ വീട്ടിലേക്ക് എത്തുന്ന ആ സമയം, അല്ലെങ്കിൽ അവരിപ്പോൾ എവിടെ പോയി, ട്യൂഷൻ ക്ലാസ്സിലാണോ, പുറത്ത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടിൽ തിരിച്ചെത്താൻ വൈകുമ്പോഴേക്കും അവർക്ക് കുട്ടികളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഫോൺ കൊടുത്തുവിടുന്നത് എന്നുള്ളതാണ് പാരൻസും പറയുന്നത്. ഞാൻ പറഞ്ഞു, ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിത് ഒരിക്കലും കൊടുത്തുവിടണ്ട എന്ന് പറയാനും സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പോക്കതാണ്. ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ട് നമ്മളും ഇതുപോലെ സ്കൂളിൽ പോകുന്നു, ട്യൂഷന് പോകുന്നു, തിരിച്ച് വീട്ടിൽ കൃത്യസമയത്ത് എത്തിയിരുന്ന ഒരു കാലമായിരുന്നു. അന്ന് ഇത്തരത്തിലുള്ള ആശങ്കകൾ പാരൻസിനും ഇല്ലായിരുന്നു. എനിക്കതിന് ഒരുപക്ഷെ പൂർണ്ണമായിട്ട് നമ്മളെ വിശ്വാസമായിരുന്നു അന്ന് പാരൻസിന്. ആ വിശ്വാസത്തെ ലംഘിച്ചുകൊണ്ട് നമ്മളും കടന്നു പോയിട്ടില്ല ആ കാലഘട്ടങ്ങളിലൊക്കെ. ഇന്ന് അതല്ല, നമ്മൾ ഒരുപക്ഷെ കുട്ടികൾ അമിതമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പാരൻസ്, എങ്കിൽ പോലും അവരും അതിൽ നിന്ന് പിന്മാറി നമ്മളിവിടെ ഫേസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ അനുഭവങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. മൊബൈൽ ഫോണിൻ്റെ ദോഷം കൊണ്ട് അതുകൊണ്ട് വന്നു ചേരുന്ന ഒരുപാട് ദോഷങ്ങളിലേക്ക് പോകുന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതും നമുക്ക് പൂർണ്ണമായിട്ടും ഒരിക്കലും അങ്ങോട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നില്ല. പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ തെറ്റിൽ നിന്ന് തിരുത്താനേ നമുക്കും സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾ അറിയാതെയാണ് ഇതിലേക്ക് ചെന്ന് വീഴുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സാർ സൂചിപ്പിച്ചതുപോലെ 7ാം ക്ലാസ്സിലെ കുട്ടികൾ, നമുക്കും പലയിടത്തു നിന്നും നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. മറ്റു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ, ഇപ്പോൾ സാറ് 7 പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് തുടങ്ങിയിട്ടൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിലൊക്കെ കുട്ടികൾ ഇത് അറിയാതെ പോയി പോകുന്നതാണ്, പെട്ടുപോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പല രൂപങ്ങളിലുണ്ടെന്നാണ് നമ്മളിത് കേൾക്കുന്നത്. മിഠായിയുടെ രൂപത്തിലും ഒക്കെ ഈ സംഭവങ്ങൾ വരുന്നുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആരെങ്കിലും മുതിർന്ന ആളുകൾ ഇവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് ഇത് മിഠായിയുടെ രൂപത്തിലുള്ള വസ്തുക്കളൊക്കെ കൊടുത്ത് പലതവണയായി കഴിയുമ്പോഴേക്കും അതിൻ്റെ സ്വാദ് ആസ്വദിച്ചിട്ടോ എന്തോന്നറിയില്ല, കുട്ടികൾ അതിലേക്ക് അങ്ങ് വഴുതി വീഴുകയാണോ എന്നറിയില്ല, ചെറിയ ക്ലാസ്സിലെ കുട്ടികളാകുമ്പോഴേക്കും. പിന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ മുതിർന്ന ക്ലാസ്സുകളിലെ കുട്ടികൾ അല്ലെങ്കിൽ കുറച്ചുകൂടി യങ്ങേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ഇത് സുലഭമായതുകൊണ്ടാണ്, സാർ പറഞ്ഞ പോലെ മിഠായിയൊക്കെ കിട്ടുന്നത്രയും സുലഭമാണ് ഇന്ന് ഈ വസ്തുക്കൾ എന്നാണ് നമുക്ക് മനസ്സിലായത്, അല്ലേ? അപ്പോൾ അങ്ങനെ അത്രയധികം സുലഭമായതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞു മക്കളും യുവാക്കളും ഒക്കെ ഇതിലേക്ക്, ഈ തെറ്റിലേക്ക് പിന്തിരിഞ്ഞ് പോകുന്നത്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉണ്ടായാലല്ലേ നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും വിലപിക്കുന്നുണ്ട്, യുവാക്കൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഇന്നും ഞങ്ങളുടെ മീറ്റിങ്ങിൽ പറയുകയുണ്ടായി, നമ്മളുടെ
അധ്യാപക ദിനത്തിൻ്റെ മീറ്റിങ്ങിൽ ലേഡീസ് പോലും പെൺകുട്ടികളും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളെക്കാളും കൂടുതൽ പെൺകുട്ടികളെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് കേൾക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇത് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും പരിതപിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നിർത്തലാക്കാനുള്ള നല്ല സംവിധാനങ്ങൾ നമ്മുടെ ഭരണപക്ഷത്ത് നിന്ന് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങൾ കുട്ടികൾക്ക് ഇതിനുള്ള അവയർനെസ് മിക്കവാറും പിന്നെ നമുക്ക് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും പിന്നെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ആരോഗ്യവകുപ്പ് വഴിയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയായിട്ടൊക്കെ നമ്മൾ പലതവണ ഇതിനുള്ള ബോധവൽക്കരണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ പലതവണ ഇപ്പോൾ ഈ വർഷം തന്നെ നമ്മൾ 2-3 ക്ലാസ്സുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സ്കൂൾ തലത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്കൂളുകളിൽ ഒരു കൗൺസിലിംഗ് ടീച്ചറുണ്ട് നമുക്ക്. അപ്പോൾ ടീച്ചറും കുട്ടികളെ കൗൺസിൽ ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമുക്കിവിടെ NCC ഉണ്ട്, SPC ഉണ്ട്, ജൂനിയർ റെഡ് ക്രോസ് ഉണ്ട്. അങ്ങനെയുള്ള സംഘടനകൾ വഴി നമ്മൾ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുകയും ആ സംഘടനയിലെ കുട്ടികൾ തന്നെ മറ്റു കുട്ടികളിലേക്ക് ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഈ സ്കൂളിനെ സംബന്ധിച്ച് മാക്സിമം നല്ല രീതിയിൽ ഇങ്ങനെ ഒരു വിപത്തിനെ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളും നമ്മൾ ചെയ്ത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിത്. അതായത് ഇന്നിപ്പോൾ അധ്യാപക ദിനം ആചരിക്കുമ്പോഴേക്കും നമുക്ക് പാരൻസിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുട്ടിയും സ്കൂളിൽ വന്നു കഴിഞ്ഞ് അവൻ വൈകുന്നേരം വരെ സ്കൂളിലിരുന്ന് തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇന്ന് സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്ന് കൃത്യമായി പാരൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമുണ്ട്. ഓരോ ക്ലാസ്സിലും ടീച്ചേഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികളോട് പറയുന്നത്, ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കിവിടെ സബ്ജക്റ്റ് നോളജ് മാത്രമല്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൂടാതെ തന്നെ അവരുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കുട്ടികളിൽ നിന്നിവിടെ. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള, അതായത് കാലത്തെ വന്നു കഴിയുമ്പോഴുള്ള അവരുടെ ആ ഡിസിപ്ലിൻ തുടങ്ങി അവരുടെ സ്വഭാവ രൂപീകരണം തുടങ്ങി അവരുടെ ആ സോഫ്റ്റ് സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അധ്യാപകരെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പാരൻസ് ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് അവർ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ഇന്ന് അധ്യാപകർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അവരെ ശ്രദ്ധിക്കുക. അവരുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച, അവരെ നന്നായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അവരുടെ ബുക്സും ബാഗും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച്, അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത്, സ്കൂളിൽ എന്തെല്ലാം നടന്നു, എന്തൊക്കെയാണ് നടന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവരെ നമ്മൾ സ്കൂളിൽ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പാരൻസിൻ്റെ കൂടെയാണ് മക്കൾ. അപ്പോൾ അവർ പാരൻസും കുട്ടികളും തമ്മിൽ നല്ല ഒരു ബന്ധം. ഞാൻ പറഞ്ഞ പാരൻസ് എപ്പോഴും നല്ലൊരു കേൾവിക്കാരാവണം എന്നാണ് ഞാൻ പറയാറുള്ളത്. പാരൻസ് മാത്രമല്ല കേട്ടോ, ടീച്ചേഴ്സും. എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ്. കുട്ടികൾ പറയുന്നത് കേൾക്കാനുള്ള നല്ലൊരു കേൾവിക്കാരാവുക നമ്മളെപ്പോഴും. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഒരു കുട്ടി വൈകി വരുമ്പോൾ പോലും ഞാൻ ചോദിക്കും, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് വൈകി, എന്താ കാരണം. നമുക്കറിയാം ചിലപ്പോൾ ജെന്യൂനായിട്ടുള്ള കാരണങ്ങൾ മക്കൾക്ക് ഉണ്ടാവാം. നമ്മളല്ലാതെ അവരോട് വൈകി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും, ശരിയായിരിക്കും, ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും മക്കൾ വൈകണേ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ നല്ലൊരു കേൾവിക്കാരാവുക എന്ന് ഞാൻ പറയുന്നത്. പാരൻസും അതുപോലെ തന്നെ അവരോട് കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. മക്കളോടൊപ്പം വൈകുന്നേരങ്ങളിൽ കേൾക്കുക അവരെ ഒന്ന്. അതല്ലാതെ വന്നു കഴിയുമ്പോൾ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ച് പഠിക്കാനിരുത്തുക എന്നുള്ളതല്ല. അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇങ്ങനെ നല്ലൊരു കേൾവിക്കാരാവുക എന്നുള്ളത് നല്ലൊരു ഗുണമാണ് പാരൻസിൻ്റെ. അപ്പോൾ മക്കൾക്കും അങ്ങനെ കേൾവിക്കാരാവുമ്പോഴേക്കും മക്കളെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും പാരൻസിനോട്. അപ്പോൾ സ്കൂളിലുള്ള കാര്യങ്ങളും കൂട്ടുകാരുടെ കാര്യങ്ങളും അവർ വഴിയിലൂടെ പോകുമ്പോഴുള്ള കാര്യങ്ങൾ പലതും അവർക്ക് ഉണ്ടാവുമല്ലോ. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ടാവാം മക്കൾക്ക്. അതൊക്കെ അവർ തീർച്ചയായിട്ടും പാരൻസിനോട് ഷെയർ ചെയ്യും, നല്ല ഒരു സൗഹൃദം സ്ഥാപിച്ചു കഴിയുമ്പോഴേക്കും. അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ തൻ്റെ കുഞ്ഞിനെ ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശാന്തമായിട്ട് കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തി മുറിയിലിരുത്തി ശാന്തമായിട്ട് സ്നേഹത്തോടുകൂടി അടുത്തിരുത്തി കാര്യം അന്വേഷിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്നുള്ളത് നമുക്കറിയാം. എന്ത് കാര്യത്തിനും ആദ്യം ഒരു കാരണം ഉണ്ടാവും, എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരു പക്ഷേ സൗഹൃദങ്ങളിലൂടെ ആയിരിക്കാം, കൂടെയുള്ള കുട്ടികളെ നമ്മൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ പരിചയപ്പെടുന്ന ഫ്രണ്ട്സ് വഴിയൊക്കെ അങ്ങനെ കുട്ടികളെ കണക്റ്റഡ് ആവുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് രീതിയിലാണ്, ഏത് മാർഗ്ഗത്തിലൂടെയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആദ്യം ആ കുഞ്ഞിനെ പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കുക. കാരണം എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കുഞ്ഞുങ്ങളിലേക്ക് ആദ്യം നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൊടുക്കുക. അതല്ലാതിരിക്കുമ്പോഴാണ് ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടികൾ പറയാൻ ഭയപ്പെട്ട് മറ്റു പല, അതായത് ആത്മഹത്യ പോലെയുള്ള സംഭവങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങളിലേക്ക് ഞാനിവിടെ പറയാറുണ്ട് കുഞ്ഞുങ്ങളോട്, ആദ്യം നമ്മൾ പറയുക എന്ത് പ്രോബ്ലം ഉണ്ടായാലും അതിന് തക്കതായൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും.
സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ഒന്നും ഈ ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ അതാദ്യം പറഞ്ഞ് മനസ്സിലാക്കുക. മോൾക്കുണ്ടായ പ്രശ്നം എന്താണെങ്കിലും തുറന്നു പറയുക, അതിന് നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അടുത്ത് വിളിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ഇനി പാരൻസിന് അതിൻ്റെ കാരണം കണ്ടെത്തി അല്ലെങ്കിൽ അവർക്കത് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പരിഹാരം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ആളുകളുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു സ്കൂളിലാകുമ്പോൾ ഒരു എച്ച്എമ്മിനോടോ അല്ലെങ്കിൽ ഒരു കൗൺസിൽ ടീച്ചറിനോടോ അതോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്കറിയാം ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഇന്നത്തെ ലോകത്തിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് അതിനെന്താണ് സൊല്യൂഷൻ എന്ന് കൃത്യമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ പ്രശ്നത്തിൽ നിന്നും ആ കുഞ്ഞിനെ അതിൽ നിന്ന് വിടുവിച്ച് പഴയ രീതിയിലേക്ക് ആ കൊച്ചിനെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും പാരൻസ് നോക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. ഇന്നത്തെ മാറിയ ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെ മാറി. സാർ പറയുന്നത് പോലെയുള്ള കുട്ടികൾക്ക് കളിക്കളങ്ങളില്ല, ഒന്നാമത് പുറത്ത് പോയി കളിക്കാനുള്ള, പിന്നെ സാഹചര്യങ്ങളും കുറവാണ്, അല്ലെങ്കിൽ തന്നെ പാരൻസ് അതിനെ വിടുന്നില്ല, അവർ തീർച്ചയായിട്ടും വിടുന്നില്ല എന്നൊരു അവസ്ഥ തന്നെ വരുന്നു. ഒന്നാമത്തെ കാരണം ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞ് ട്യൂഷനും കാര്യങ്ങളും എക്സ്ട്രാ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ സമയം ലഭിക്കുന്നില്ല എന്നുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത് പാരൻസിൻ്റെ ഒരു പേടി തന്നെ, പുറത്തിങ്ങനെ വിട്ട് കഴിയുമ്പോഴേക്കും ഏതെല്ലാം തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ പെട്ട് മക്കളെ ഇങ്ങനെയൊക്കെ മോശമായി പോകും എന്നുള്ള പേടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ തീരെ മക്കളെ പുറത്തേക്ക് വിടാത്തൊരവസ്ഥയാണ്. വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് തന്നെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ. ആ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് നമുക്ക് 1-2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുകിൽ പാരൻസും കുട്ടികളും കൂടെ ഒരുമിച്ച് വീട്ടിലുള്ള രീതികളിൽ എന്തെങ്കിലും ഇൻഡോർ ആക്ടിവിറ്റീസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇടയ്ക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ച 1-2 തവണ ഒരുമിച്ച് പുറത്ത് പോയി, നമുക്കറിയാം കുറച്ച് ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ പബ്ലിക് ഏരിയാസൊക്കെ ഉണ്ട്, അവിടെയൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ അവരെയും കൊണ്ടുപോയി അതിന് പാരൻസ് സമയം കണ്ടെത്തണം. അതിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് ആ ഒരു ഒറ്റപ്പെട്ടു പോയി വീടിനകത്ത് തളച്ചിട്ട് പോയി എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് കുഞ്ഞുങ്ങളെ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ആ പ്രായത്തിൽ ഒരു പിയർ ഗ്രൂപ്പ് അവർക്കുണ്ട്. പാരൻസിൻ്റെ കൂടെ പോണേക്കാളും കൂടുതൽ ഇഷ്ടം അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകാനായിരിക്കും. അപ്പോൾ ഒരു സജഷൻ ഉള്ളത്, കുട്ടികളെ അവരുടെ കൂടെയുള്ള ആ ഗ്രൂപ്പ് കൂട്ടുകാർ ആരാണ് എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു അവരുടെ പാരൻസുമായിട്ട് തന്നെ നമുക്ക് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടായെങ്കിൽ, ഈ കുട്ടികളുടെ പാരൻസ് തമ്മിൽ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടായെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികളെ വിടാൻ പുറത്തേക്ക്. ഞാനൊരിക്കലും വേണ്ടാന്ന് പറയില്ല. ആ ഗ്രൂപ്പ് നല്ലതാണ് എങ്കിൽ, ആ പാരൻസിൻ്റെ ഒരു സപ്പോർട്ടും ഒരു കണ്ണും ഒരു ശ്രദ്ധയും ഒക്കെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മുടെ മക്കളെ വിടാം. ഇപ്പോൾ ഒന്ന് പുറത്ത് പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാനോ ഏതെങ്കിലും മാളുകളിൽ പോയി ഒരു പകൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ അവർക്ക് വിടാം. കാരണം അത് അവരുടെ ഒരു സ്വാതന്ത്ര്യമല്ലേ ഈ പ്രായത്തിൽ അവരനുഭവിക്കുക എന്നുള്ള ഈ ഓരോ പ്രായത്തിലും അനുഭവിക്കുന്ന കുറച്ച് നല്ല സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ, നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് നിഷേധിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ പാരൻസ് നമ്മുടെ സ്കൂൾ ഗ്രൂപ്പുണ്ട്, ക്ലാസ് ഗ്രൂപ്പ്, ടീച്ചേഴ്സും കുട്ടികളും പാരൻസും ഉള്ള ഗ്രൂപ്പുണ്ട്. അതല്ലാതെ പാരൻസ് മാത്രമേയുള്ള ഗ്രൂപ്പുകളുണ്ട് ഇവിടെ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ പാരൻസ് പലപ്പോഴും കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്പരം അറിയുന്നുണ്ട്. ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അവർ അറിയുന്നുണ്ട്. അവർ തമ്മിൽ പരസ്പരമുള്ള ഗ്രൂപ്പുകളുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള നല്ലൊരു ഗ്രൂപ്പ് പാരൻസിനും ഉണ്ടായെങ്കിൽ അവരുടെ മക്കൾ ഒരുമിച്ച് ചേർന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഒക്കെ അവർ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് തമ്മിലും ഓൺലൈൻ പഠനമൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. കുട്ടികൾ തമ്മിൽ നല്ല രീതിയിൽ പാരൻസിൻ്റെ സപ്പോർട്ടോടുകൂടി പാരൻസിൻ്റെ പ്രസൻസിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ പൊതുവേ ഇവിടെ നമ്മൾ കാണുന്നത്, പൊതുവെ സമൂഹത്തിൽ, ഞാൻ സ്കൂളിൻ്റെ കാര്യമല്ല പറയുന്നത്, പൊതുവെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ വളരെയധികം വിഷമം തോന്നിയ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ബ്രോക്കൺ ഫാമിലി ഉണ്ട് സാറേ. നമുക്ക് ധാരാളം നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഫാമിലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. ഇപ്പോൾ കുറേ കുട്ടികൾ നമ്മൾ പരിചയപ്പെടുമ്പോഴും പലരുമായിട്ട് നമ്മൾ പല പാരൻസുമായിട്ട് നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ബ്രോക്കൺ ഫാമിലീസ് ധാരാളം ഉണ്ട് നമുക്കിവിടെ. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും പലരും പറയാറുണ്ടല്ലോ, ഡൈവോഴ്സൊക്കെ കൂടി വരുന്നു, സെപ്പറേഷൻ കൂടി വരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മളത് ഇങ്ങനെ വാചാലമായിട്ട് അങ്ങ് പറയുന്നത് പോലെ എനിക്ക് ആദ്യമൊക്കെ തോന്നിയിരുന്നുള്ളൂ. പക്ഷെ കുറേ നമ്മൾ മനസ്സിലാക്കിയപ്പോഴേക്കും, ആഴത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കും, ഓരോരുത്തരെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലായത് ഒരുപാട് ബ്രോക്കൺ ഫാമിലി ഉണ്ട്. അത് നമ്മുടെ മക്കൾക്ക് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്വഭാവത്തെയും പഠനത്തെയും അവരുടെ പെരുമാറ്റത്തെയും ഒക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഈ ബ്രോക്കൺ ഫാമിലി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വന്നിട്ടാണോ കുട്ടികളിലെ ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായതോ എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ്. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഒരു പ്രശ്നം.
പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച സോഷ്യൽ മീഡിയാസിൻ്റെ അതിപ്രസരം ചില കുഞ്ഞുങ്ങളിലുണ്ട്. അതൊരു പക്ഷേ പാരൻസിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ അവയർനെസ് ഇല്ലാത്തതായിരിക്കും. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പാരൻസിന് ഒരുപാട് സോഷ്യൽ മീഡിയാസിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം അറിയാം. നമുക്കറിയാമല്ലോ, നമ്മളെക്കാളും കൂടുതലായിട്ട് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കുട്ടികൾക്കറിയാം. അപ്പോൾ അവരത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് പാരൻസിന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഫോണിലാണെങ്കിലും പാരൻസ് അത് തിരിച്ചറിയുന്നില്ല. എന്താ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ പല പാരൻസിനും അറിയാൻ വയ്യാത്ത മേഖലകളാണ്. അപ്പോൾ അത് കുട്ടികൾ ഉപയോഗിച്ച് അതിലൂടെ അവർ കൂടുതൽ ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലൂടെയൊക്കെ ആയിരിക്കാം നമ്മൾ നേരത്തെ പറയുന്നത് പോലെയുള്ള മയക്കുമരുന്ന് പോലുള്ളതിലേക്കൊക്കെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. ഒരു പക്ഷേ അവർ പരിചയപ്പെടുന്ന ആൺ സൗഹൃദങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതാണ്. പെണ്ണും സൗഹൃദങ്ങളുണ്ടല്ലോ നമുക്ക്, അതിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദേശീയ അധ്യാപക ദിനം ആചരിക്കുന്ന സെപ്റ്റംബർ 5-ന് സമൂഹത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ മക്കൾക്കും ഞങ്ങളുടെ ഇന്ത്യയിലുള്ള എല്ലാ അധ്യാപകരുടെയും പേരിലുള്ള അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. നന്ദി.